ഞാനും ഒന്ന് കണ്ടോട്ടെ നിന്റെ കള്ളനെ. എന്തിനാ ഗേളി നീ എന്നോട് കള്ളം പറഞ്ഞത്? വെറുക്കുന്നു മറക്കുന്നു ഒക്കെ. മാറുകയാണ് നിന്റെ മനസ്സല്ലേ? ഞാൻ നിന്നെ കുറിച്ച് ധരിച്ചതെല്ലാം തെറ്റായിപ്പോയല്ലേ? അറിയാമടി, എന്റെ സന്തോഷങ്ങളെല്ലാം തകർത്ത ഈ മനുഷ്യൻ, എന്റെ മകളെ ചുട്ടു നശിപ്പിച്ച ഈ ദ്രോഹി. എന്റെ ഡാഡിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ ഡാഡി ആരാന്ന് അറിയില്ല വല്യമ്മച്ചിക്ക്. ആരാ നിന്റെ ഡാഡി? ഒന്ന് പറഞ്ഞതാ. പറയും. എന്താ എനിക്ക് പേടിയാണോ? പേടിച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ലല്ലോ. എന്തിനായിരുന്നു വല്യമ്മച്ചി എന്റെ മമ്മി അള്ളിപ്പിടിച്ചത്, സ്നേഹിച്ച് കൊന്നത്? കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ എന്റെ മമ്മി എന്റെ ഡാഡിയുടേതാ. വല്യമ്മച്ചിക്ക് എന്തുവായിരുന്നു പിന്നെ അവകാശം? എന്റെ ഡാഡി എത്ര നല്ലവനായിരുന്നു എന്ന് അറിയണോ? അറിഞ്ഞോളൂ. എന്നെ പ്രസവിക്കാനായിട്ട് എന്റെ മമ്മി ഇങ്ങോട്ട് വന്നില്ലേ, അതെന്റെ ഡാഡി തള്ളിവിട്ടതാ. ഈ മനുഷ്യൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, പറയിപ്പിച്ചതാ. പ്രസവകാലത്ത് മമ്മിക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടാനായി വല്യമ്മച്ചിയുടെ ആഗ്രഹം എന്റെ ഡാഡി എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് മാത്രമായിരുന്നു. പിന്നെന്തുവായിരുന്നു എന്റെ ഡാഡി ചെയ്ത കുറ്റം? എന്നെ വിട്ടു തന്നില്ലെന്നാണോ? എന്നെ വിട്ടു തരായിരുന്നുണ്ടോ വല്യമ്മച്ചി എനിക്കെന്റെ ഡാഡിയോട് ഇപ്പോഴും ഇത്ര ഇഷ്ടം? എന്റെ മമ്മി മരിച്ച് ഇത്രയും കാലം ഒരു കല്യാണം പോലും കഴിക്കാതെ എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഡാഡിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇത്രയും ഇഷ്ടം നിന്റെ ഡാഡിയോടുള്ള നീ എന്തിനാണ് പിന്നെ ഈ വീട്ടിൽ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന്? നീ നിന്റെ ഡാഡിയും കൂടെ എനിക്കെതിരായി എന്ത് നാടകമാടി നടത്തുന്നത്? ആദ്യം നീ, പിന്നെ നിന്റെ ഡാഡി. എനിക്കറിയണം എന്തിനാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന്. അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും. ഒന്നും ഞാൻ പറയില്ല. നിന്റെ ഡാഡി പറഞ്ഞോ ഇവിടെ എന്തെല്ലാമൊക്കെ ഉണ്ടെന്ന്? ഇവിടെ മുഴുവൻ രൂപയും സ്വർണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞോ നിന്റെ ഡാഡി? എങ്കിലൊന്നും അറിഞ്ഞോ, ഇവിടെ ഉള്ളതൊന്നും നിങ്ങളുടെ അല്ല, ഒരിക്കലും ആകുകയുമില്ല. വല്യമ്മച്ചി കെട്ടിവെച്ചേക്കുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എന്തിനിവിടെ വന്നു? ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്കറിയാനുള്ളതൊക്കെ അറിയാതെ നിന്നെ ഞാൻ വിടില്ല. ഗളി, വാതിൽ തുറക്ക്. തുറക്ക് വാതിൽ. തുറക്കാനല്ലേ പറഞ്ഞത്? ഈ വീട്ടിലെ ഒരു ഈച്ചയെ പോലും നിന്റെ ഡാഡി കിട്ടിയില്ല. പക്ഷെ അയാൾ എനിക്ക് തിരികെ തരണം. എനിക്ക് നഷ്ടം വരുത്തിയ എന്റെ പൊന്നു മോളെ, എന്റെ 17 വർഷങ്ങളെ. വാതിൽ തുറക്കാൻ. ഡാഡിയുടെ പൊന്നുമോൾ പച്ചക്കള്ളവും പറഞ്ഞ് ഈ വീട്ടിൽ എത്തിച്ചേർന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. അറിയണം കളി. അറിയണോ വല്യമ്മച്ചിക്ക്? അറിയണം. അറിഞ്ഞോളൂ. മരിക്കാനാണ് വന്നത്. വിശ്വാസം വരുന്നില്ലല്ലേ? ഈ മരുന്നുകളൊക്കെ കണ്ടോ? ഇത് ജീവൻ നിലനിർത്താനല്ല, വേദന ഇല്ലാതാക്കാനാണ്. എത്ര വേദന സഹിച്ചാലും വല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് മരിക്കാതെ എന്റെ മമ്മി എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ എന്റെ വല്യമ്മച്ചിയുടെ മടിയിൽ തല ചായ്ച്ച് മരിക്കാമല്ലോ എന്ന് കരുതി വന്നു പോയതാണ്. ഇല്ല, നീ പിന്നെയും കള്ളം പറയുന്നു. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ എന്റെ ഡാഡിയെ കുറിച്ച് ഇപ്പോഴൊന്നും പറയായിരുന്ന മാത്രം മതി. ആ മനുഷ്യൻ വന്നത് നിങ്ങളുടെ സ്വത്തും സ്വർണ്ണമൊന്നും കണ്ടിട്ടല്ല, എന്നെ എത്രയും വേഗം ഒരു ഓപ്പറേഷന് കൊണ്ടുപോകാനാണ്. അത് നടന്ന ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് വൈകിട്ട് അച്ഛനെ വിട്ടത്. മതി വല്യമ്മച്ചി, വയ്യ, ഇനി ഒന്നും വയ്യ, പ്ലീസ്. എന്തേതൊന്നും നേരത്തെ പറഞ്ഞില്ല. എനിക്കറിയില്ല. സത്യം പറ മോളെ, എന്താ നിന്റെ അസുഖം? പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പെട്ടെന്നൊരു ദിവസം
അതെ വല്യമ്മച്ചി, സത്യമാ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഡാഡി നിന്നെ ഒരു ഓപ്പറേഷന് കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ പ്രയോജനമില്ല. ഇല്ല, എന്റെ മോക്കൊന്നും വരില്ല. മോള് പോണം. ഇല്ല വല്യമ്മച്ചി, ഞാൻ പോവില്ല. പോണം, പോയേ തീരൂ. പ്ലീസ് വല്യമ്മച്ചി, എന്നെ തള്ളിവിടരുത്. ഞാൻ പോവില്ല. ഇവിടെ വെച്ച് ഞാൻ സത്യം ചെയ്തതാ, ഈ ലോകത്ത് ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല എന്ന്. വേണ്ട വല്യമ്മച്ചി, പോകാൻ പറയല്ലേ. എന്റെ മമ്മി ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. മമ്മി എന്നെ നോക്കിക്കോളും. പറയല്ലേ, പോകാൻ പറയല്ലേ. വേണ്ട, എന്റെ പൊന്നുമോൾ എങ്ങും പോണ്ട. വല്യമ്മച്ചി വിട്ട് എങ്ങും പോണ്ട. മാതാവേ, എന്റെ പൊന്നുമോളെ നോയിക്കൊള്ളണേ.